വചനവയൽ യൂക്യാറ്റ് പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ എന്തുകൊണ്ടാണ് പ്രാർത്ഥന ചിലപ്പോൾ ഒരു സമരമാവുന്നത് എന്നതിനെക്കുറിച്ച് നാം കണ്ടു. ഇന്ന് 506 ഖണ്ഡികയിൽ നാം കാണുന്നത് തന്നോട് തന്നെയുള്ള ഒരുതരം സംഭാഷണമല്ലേ പ്രാർത്ഥന. എന്നിൽ നിന്ന് നിന്നിലേക്ക്, ആത്മീയ കേന്ദ്രീകരണത്തിൽ നിന്ന് മൗലികമായ തുറവിയിലേക്ക് ഒരുവൻ പോകുന്നുവെന്ന വസ്തുതയാണ് കൃത്യമായി പ്രാർത്ഥനയെ സംബന്ധിച്ച വ്യതിരിക്തത സ്വഭാവം. യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം സംസാരിക്കുന്നുവെന്ന വസ്തുത അനുഭവിച്ചറിയാൻ കഴിയും. നാം പ്രതീക്ഷിക്കുന്നത് പോലെയോ ആഗ്രഹിക്കുന്നത് പോലെയോ മിക്കപ്പോഴും അവിടുന്ന് സംസാരിക്കുന്നില്ലെന്നും മനസ്സിലാക്കുവാനും കഴിയും. ഒരു വ്യക്തി പ്രാർത്ഥനാ സമ്മേളനത്തിലേക്ക് പ്രവേശിച്ചതിൽ നിന്നും വ്യത്യസ്തനായി പുറത്തു വരുന്നുവെന്ന പ്രാർത്ഥനയിൽ അനുഭവമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നു. ചിലപ്പോൾ പ്രതീക്ഷകൾ സാധിക്കുന്നു. നിങ്ങൾ ദുഃഖിതരായിരുന്നു, എന്നാൽ ആശ്വാസം കണ്ടെത്തുന്നു. നിങ്ങൾക്ക് ആത്മധൈര്യമില്ലായിരുന്നു, പുതിയ ശക്തി സ്വീകരിക്കുന്നു. മറിച്ചും ചിലപ്പോൾ സംഭവിക്കാം, സമ്മർദ്ദങ്ങൾ മറക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, എന്നാൽ കൂടുതൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു. സമാധാനത്തിൽ നിങ്ങളെ വിട്ടയക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ നിങ്ങളെ ഒരു ദൗത്യം ഏൽപ്പിച്ചു. ദൈവവുമായുള്ള യഥാർത്ഥമായ ഒരു കണ്ടുമുട്ടൽ, പ്രാർത്ഥനയിൽ വീണ്ടും വീണ്ടും സംഭവിക്കുന്ന തരത്തിലുള്ള കണ്ടുമുട്ടൽ, ദൈവത്തെയും പ്രാർത്ഥനയെയും കുറിച്ചുള്ള നമ്മുടെ മുൻധാരണകൾ തകർക്കാൻ കഴിവുള്ളതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രാർത്ഥന ഒരു വ്യക്തി അങ്ങയോട് നടത്തുന്ന സംഭാഷണമാണ്. അതിലുപരി എന്നിനുള്ളിൽ വസിക്കുന്ന ദൈവത്തോടുള്ള ഒരു നിശബ്ദതയുടെ സംഭാഷണവും കൂടിയാണ്. ഈശോയെ, പ്രാർത്ഥിക്കാനുള്ള താല്പര്യം ഓരോ ദിവസവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ.